എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 58 ശ്ലോകം 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35 11 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് പാണ്ഡവന്മാർക്ക് ഗംഭീരമായിട്ടുള്ള ഒന്നാം തരം ഒരു കൊട്ടാരം, അത്ഭുതകരമായിട്ടുള്ള ഒരു കൊട്ടാരം പണിയിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഭഗവാന് അവിടെ താമസിക്കുകയാണ് കുറേ ദിവസങ്ങള് അവരുടെ കൂടെ, പാണ്ഡവന്മാരുടെ കൂടെ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. ഭഗവാംസ്തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയാ അഗ്നയേ ഖാണ്ഡവം ദാതും അർജുനസ്യാസാരഥി. അങ്ങനെ ഗംഭീരമായിട്ടുള്ള കൊട്ടാരത്തിലെ ബന്ധുക്കളോട് കൂടിയിട്ട് ഭഗവാനും ഇങ്ങനെ രസമായിട്ട് സന്തോഷമായിട്ട് താമസിക്കുകയാണ്. ഭഗവാൻ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും, കുന്തിദേവിക്കും ധർമ്മപുത്രനും എല്ലാവർക്കും സന്തോഷം. ആ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും സന്തോഷമാണ്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെ ഇരിക്കണോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോ അർജുനന് കുറച്ച് യുദ്ധ സാമഗ്രികൾ സമ്പാദിച്ചു കൊടുക്കണം. ഭഗവാന്റെ ഓരോരോ പ്ലാൻസ് ആണ്. അങ്ങനെ സർവൈശ്വര്യ പരിപൂർണനായ ശ്രീകൃഷ്ണൻ ആ ഖാണ്ഡവവനം ദഹിപ്പിക്കാനുള്ള പരിപാടി തയ്യാറാക്കി. അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അഗ്നിക്ക് സമ്മതം കൊടുത്തു. അപ്പൊ ആ ഗംഭീര യുദ്ധം, ആ ഖാണ്ഡവവനം ദഹിപ്പിച്ചതിന്, ആ യുദ്ധത്തില് അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. അർജുനിലാണല്ലോ ഖാണ്ഡവവനം ദഹിപ്പിച്ചത്. അങ്ങനെ ആ യുദ്ധത്തില് അർജുനന്റെ തേരാളിയായിട്ട്, ആദ്യം അർജുനന്റെ തേരാളിയായിട്ട് വരുന്നത് ഭഗവാൻ ആ സമയത്താണ്. തേര് തെളിക്കുന്ന കൃത്യം നിർവഹിച്ചു ഭക്തദാസൻ. അതെ, പിന്നെയാണല്ലോ പാർത്ഥസാരഥിയായിട്ട് ഗീത ഉപദേശിച്ചു കൊടുക്കണം, അല്ലെ? അങ്ങനെ ഭക്തദാസൻ എന്ന ഭാവം വെളിപ്പെടുത്തി. അപ്പൊ തന്നെ എന്ത് ചെയ്യാനും മടിയില്ല അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം, പാണ്ഡവന്മാർക്കെന്ന് മാത്രല്ല ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യും. അങ്ങനെയാണ് കാരുണ്യമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ. സോഗ്നിതുഷ്ടോ ധനുരഥാൽ ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായാക്ഷയൗ തൂണൗ വർമ്മജാഭേദ്യമസ്ത്രിഭി. അപ്പൊ ഖാണ്ഡവം ദഹിപ്പിച്ചു അർജുനൻ. അപ്പൊ സന്തുഷ്ടനായി അഗ്നി ഭഗവാൻ. അങ്ങനെ അർജുനന് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. എന്താ? അതാണ് അഗ്നിദേവനാണ് അർജുനന് ഗാണ്ഡീവം എന്നല്ല അവിശിഷ്ടമായ ആ വില്ല് കൊടുത്തത്. പിന്നെ 4 വെളുത്ത കുതിരകളെ പൂട്ടിയ ഒരു തേര് കൊടുത്തു. ബാണം ഒടുങ്ങാത്ത 2 ആവനാഴികൾ കൊടുത്തു, അല്ലെ? ഒരിക്കലും ബാണം ഒടുങ്ങില്ല എന്നതില്. ഒരു ബാണം എടുത്തു കഴിഞ്ഞാൽ തീരില്ല ബാണങ്ങള്. അതാണ് അഗ്നി കൊടുത്ത ആ ആവനാഴിയുടെ പ്രത്യേകത. യാതൊരു വില്ലാളികൾക്കും മുറിക്കാൻ കഴിയാത്ത ഇരുമ്പ് കവചവും അർജുനന് സംഭാവനയായി നൽകി. ഇരുമ്പ് കൊണ്ടുള്ള ഒരു കവചം. അപ്പൊ യുദ്ധത്തിന് അർജുനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല. അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും അഗ്നി ഭഗവാൻ കൊടുത്തു. അത് തന്നെയാണ് ഭഗവാന്റെ ഉദ്ദേശം, അർജുനനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? മയശ്ചമോചിതോ വഹ്നേ സഭാം സഖ്യ ഉപാകരൽ യസ്മിൻ ദുര്യോധനസ്യാസിൽ ജലസ്ഥല ദൃശ്യഭ്രമ. ഖാണ്ഡവം ദഹിക്കുന്ന സമയത്ത് അതിനുള്ളിൽ അകപ്പെട്ടു അസുരശില്പിയായ മയൻ. അപ്പൊ മയനെ അതിൽ നിന്ന് മോചിപ്പിച്ചു അർജുനനും കൃഷ്ണനും കൂടിയിട്ട്. അപ്പൊ അതില് സന്തോഷിച്ച ആ മയനെ കൊണ്ട് സഖാവായ അർജുനന്, അപ്പൊ എന്താ സന്തോഷം, എന്താ വേണ്ടേ ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, വിചിത്രമായൊരു സഭാമണ്ഡപം ഇവർക്ക് പാണ്ഡവന്മാർക്കാണ് പണിയിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അസുരശില്പിയായ മയൻ അതിഗംഭീരമായിട്ട് അവിടെ വെച്ചിട്ടാ നമ്മുടെ ദുര്യോധന ജലസ്ഥല ഭ്രമം ഉണ്ടായത്. അങ്ങനെ ഭഗവാൻ ദേവശില്പിയെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി കൊടുത്തു പാണ്ഡവന്മാർക്ക്. അസുരശില്പിയെ കൊണ്ട് സഭാമണ്ഡപവും നിർമ്മിപ്പിച്ചു കൊടുത്തു. അതാണ് ഭഗവാന്റെ പാണ്ഡവന്മാരോടുള്ള കാരുണ്യം. സതേന സമനുജ്ഞാത
സുഹൃദ്ഭിശ്ചാനുമോദിത ആയയോ ദ്വാരകാം ഭൂയ സാത്യകി പ്രമുഖേർവൃത. ഇങ്ങനെ സ്വഭക്തന്മാരായ യുധിഷ്ഠിരാദികളെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോടും പ്രിയ സുഹൃത്തായ അർജുനോടും യാത്ര പറഞ്ഞ് സാത്യകി മുതലായവരോടുകൂടി ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുറെ കാലം അവിടെ താമസിച്ചതിന് ശേഷം അവരെയൊക്കെ അനുഗ്രഹിച്ച്, അവർക്ക് ഭഗവാൻ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഒരു സങ്കടം, വിഷമം എല്ലാവരും അനുഗ്രഹിച്ചിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. അഥോപയമേ കാളിന്ദിം സുപുണ്യർത്യക്ഷ ഊർജിതേ വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. സുപുണ്യർത്തുക്ഷേ എന്ന് പറഞ്ഞാൽ മംഗളകരമായ ഋതുനക്ഷത്രം ഇവ കൂടിയ സമയത്തില്, അങ്ങനെയുള്ള സമയത്ത് ദ്വാരകയിൽ പ്രവേശിച്ചിട്ട് പരമമംഗള സ്വരൂപനായ ഭഗവാൻ ആചാരപരമായിട്ട് തന്നെ മംഗളകരമായ ഗ്രഹനക്ഷത്ര ഋതുയോഗമുള്ള ശുഭമുഹൂർത്തത്തില് കാളിന്തിയെ വിധിപ്രകാരം വിവാഹം കഴിച്ചു. വിന്ദാനുവിന്ദാവാവന്ധ്യൗ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനീം കൃഷ്ണേ സഖ്താം ന്യഷേധതാം. ഭഗവാന്റെ 5ാമത്തെ വിവാഹത്തിനെ പറ്റിയിട്ട് പറയാണ്. അവന്തിയിലെ രാജാക്കന്മാരായിട്ടുള്ള വിന്ദൻ, അനുവിന്ദൻ എന്നു പേരുള്ള 2 പേര്. അവര് ദുര്യോധനന്റെ ഇഷ്ടക്കാരാ. ദുര്യോധനന്റെ ഫ്രണ്ട്സാണ്. അപ്പൊ ഭഗവാന്റെ ശത്രു ദുര്യോധനൻ. അങ്ങനെയാണല്ലോ, ശ്രീകൃഷ്ണന്റെ ശത്രു ഇതിൽ പെട്ടതാ. അപ്പൊ ദുര്യോധനന്റെ ആളുകൾക്ക് ഭഗവാനോട് എല്ലാം ദേഷ്യമാണ് എല്ലാവർക്കും. അപ്പൊ ഈ മിത്രവിന്ദയ്ക്കാണെങ്കില് ശ്രീകൃഷ്ണനെ ഭർത്താവായിട്ട് കിട്ടണമെന്നാണ് മോഹം. അവരുടെ സഹോദരിയാണ് മിത്രവിന്ദ. അപ്പൊ അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ വിവാഹം ചെയ്യാൻ മോഹമുണ്ടെന്ന് അറിഞ്ഞപ്പോ അവര് എതിർത്ത് പറ്റില്ല, ശ്രീകൃഷ്ണനെ വിവാഹം ചെയ്ത് കൊടുക്കാൻ അവര് സമ്മതിച്ചില്ല. ഇതറിഞ്ഞ് ഭഗവാൻ എന്താ വന്നിട്ട് രാജാധിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃശ്വസു പ്രസഹ്യ ഹൃദവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. ശ്രീകൃഷ്ണ പിതാവായ വസുദേവന്റെ സഹോദരി രാജാധിദേവിയുടെ പുത്രിയായ മിത്രവിന്ദ എന്നു പേരായ ഈ കന്യകയെ ശ്രീകൃഷ്ണൻ സ്വയംവരത്തിന് വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ കണ്ണിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുപോയി. രുക്മിണിയെ കൊണ്ടുപോയ പോലെ തന്നെ മിത്രവിന്ദയെ കൊണ്ടുപോയി. വസുദേവരുടെ സഹോദരിയുടെ പുത്രിയാണ് ഈ മിത്രവിന്ദ. ഉറപ്പുണ്ട് തന്നെ അല്ലെ. അങ്ങനെ കന്യകയുടെ ഇച്ഛ പോലെ വരനെ സ്വീകരിക്കാൻ അവളെ വിരോധിക്കുന്ന പക്ഷം രാക്ഷസ വിവാഹം ക്ഷത്രിയന്മാർക്ക് ഉചിതമാണ്. അതാണ് രാക്ഷസ വിവാഹം മതി എന്ന് പറഞ്ഞല്ലോ രുക്മിണി എഴുത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ മിത്രവിന്ദയെ അതേപോലെ തന്നെ വിവാഹം ചെയ്തു. നഗ്നജിന്നാമ കൗസല്യ ആസീൽ രാജാതിധാർമിക തസ്യ സത്യാഭവൽ കന്യാ ദേവി നാഗ്നജിതീ നൃപ. ഇനി 6ാമത്തെ വിവാഹത്തിനെ പറ്റി പറയണം. അയോധ്യയില് ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിരുന്നു നഗ്നജിത്ത്. ശ്രീ ശിവബ്രഹ്മർഷി പറയാ, ഹേ രാജാവേ, ആ രാജാവിന് സത്യ എന്നു പേരായ അതിസുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. നഗ്നജിത്തിന്റെ മകളായതുകൊണ്ട് നാഗ്നജിതി എന്നും പേര് പറയുന്നുണ്ട്. സത്യ എന്നാണ് ശരിക്കും പേര്. നദാംശേ ഗുരു നൃപാവോഢും അജിത്വാ സപ്തഗുരു ഗോവൃഷാൻ തീക്ഷ്ണ ശൃംഗാൻ സുദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ. ഈ രാജാവിന് മതിച്ച 7 കാളകളുണ്ട്. വീരന്മാരെ അടുത്ത് ചെന്നാൽ അവരുടെ ഗന്ധം കൂടി അവയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കൂത്താനായിട്ട് ഇങ്ങനെ മതിച്ചു വരും. ആർക്കും അവയെ തടുക്കാൻ കഴിയില്ല. കൊമ്പുകൾ ഇങ്ങനെ അതിതീക്ഷ്ണങ്ങളാണ്, മഹാദുസ്വഭാവികളാണ്. അപ്പൊ വരുന്ന രാജാക്കന്മാരില് ആരാണ് ഈ 7 കാളകളെ കീഴടക്കുന്നത് അവർക്ക് കന്യകയെ കൊടുക്കും, അവർക്ക് എൻ്റെ മകളെ ഞാൻ കൊടുക്കുള്ളൂ എന്ന് ആണ് നാഗ്നജീതിന്റെ നിശ്ചയം. അപ്പൊ ഇത് ഇത്ര ഗംഭീരമാരായിട്ടുള്ള ഈ കാളകളുടെ അടുത്ത് പോവാൻ തന്നെ രാജാക്കന്മാർക്ക് പേടിയാ. അപ്പൊ അവര് ആരും ആ രാജാക്കന്മാർക്ക് അതിന് സാധിച്ചില്ല. അപ്പൊ അങ്ങനെ അവരാരും ആ കന്യകയെ രാജാക്കന്മാരാരും കല്യാണം കഴിക്കാൻ വന്നില്ല. ഇത് മനസ്സിലാക്കി ഭഗവാൻ ഇതാ ചെല്ലാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദാ ഒരു ദിവസം അവിടെ ചെല്ലണം. താം ശ്രുത്വാ വൃഷജില്ലഭ്യാം ഭഗവാൻ സാത്വതാംബതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹതാവൃത. അയോധ്യയില് ഇങ്ങനെ സത്യ എന്നു പേരായിട്ടുള്ള ഒരു കന്യകയുണ്ട്. നഗ്നജിത്തിന്റെ
മകളായ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ രാജാവിന്റെ മതിച്ച 7 കാളുകളെ ജയിക്കണം, എന്നാൽ മാത്രമേ കന്യകയെ ലഭിക്കുള്ളൂ എന്ന വിവരം ഭക്താഭിഷ്ടപ്രദനായ ശ്രീകൃഷ്ണൻ കേട്ടു. അങ്ങനെ വലിയ സൈന്യത്തെ ഒരുമിച്ച് ചേർത്ത് അയോധ്യയിലേക്ക് ചെന്നു. സകോസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിഭി അർഹണേനാഭി ഗുരുണ പൂജയൻ പ്രതിനന്ദിത. ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നു ഞങ്ങളെ അറിഞ്ഞ ഉടനെ ആ അയോധ്യാവതിയായ നഗ്നചിത്ത് വേഗം എതിരേറ്റു കൊണ്ടുവന്നു ഭഗവാനെ. എന്നിട്ട് ഉചിതമായ സിംഹാസനാദികൾ കൊടുത്തിരുത്തി യോഗ്യ പൂജ്യപദാർത്ഥങ്ങൾ കൊണ്ട് ഏറ്റവും ആദരത്തോടെ പൂജിച്ചു. ഭഗവാൻ ആ സൽക്കാരത്തെ സ്വീകരിച്ച് ഗംഭീരായി സന്തോഷമായി, ഭഗവാന് സന്തുഷ്ടനായി. നാഗനഞ്ചത്തിന്റെ ആ ഭക്തിപൂർവം ആദരപൂർവമുള്ള പൂജ സ്വീകരിച്ചപ്പോൾ ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.